ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പത്തിൻ്റെയും പൂരിയുടെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടറ്റോ കറി നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള, ഒരു 6 പച്ചമുളക്. ഇതിൽ വേറെ എരിവിന് നമ്മൾ വേറെ ഒന്നും ചേർക്കാത്തത് കൊണ്ട് പച്ചമുളക് അധികം എടുക്കണം. കറിവേപ്പില, പിന്നെ അല്പം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഏലക്കാപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. ചാറ് നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ചാൽ മതി. പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കണം. ഈ സവോളയും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. സവോള അരിഞ്ഞ് പച്ചമുളകും നടുവേ പിളന്ന് എടുത്തിട്ടുണ്ട്. നമുക്കിനി താളിക്കാൻ തുടങ്ങാം. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം, വെളിച്ചെണ്ണ. സവോള പെട്ടെന്ന് വാടിക്കിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. സവോളയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മസാലപ്പൊടിയും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് വയ്ക്കണം. പൊടികൾ മൂത്ത് വരുമ്പോൾ നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കിതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലാണ്. ചാറ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് തേങ്ങ പിഴിഞ്ഞ് പാലെടുത്ത് ഒഴിക്കാം കേട്ടോ. തിളക്കട്ടെ. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. സ്വല്പം കുറവാണ്. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തലപ്പാലൊഴിച്ച് ഇച്ചിരി ഏലക്കാപ്പൊടിയും ഇട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മളുടെ കറി റെഡിയാണ്. വളരെ രുചികരമായ, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കറിയാണിത്.
നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കറി തിളച്ചിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കാം. നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടി കൂടി ഇട്ട് തീ ഓഫ് ചെയ്യും. അര ടീസ്പൂൺ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം. ഇവിടെ ആർക്കും മല്ലിയില ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പാലുകറി റെഡിയാണ്. നല്ല കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. മണം അയ്യോ അസാധ്യം. നല്ല മണമാണ്. അടിപൊളി കറിയാണ്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് ഇന്ന് വെള്ളയപ്പം കൂട്ടി ഇത് കഴിക്കാം. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കറിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണ്ടേ. ഈ വെള്ളയപ്പം ഞാൻ ചോറ് അരച്ചാണ് ഇതിന് ചേർത്തിരിക്കുന്നത്. 2 കപ്പ് അരിയും 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും പിന്നെ ഈസ്റ്റും ചേർത്ത് അരച്ച് വെച്ചതാണ്. ഇതിന് കുത്തരി ചോറായതുകൊണ്ടാണ് ഇതിന് കളർ ഇച്ചിരി കുറവ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. കിഴങ്ങ് കറിയും വെള്ളയപ്പവും. ഈ കിഴങ്ങ് കറി ഞാൻ ചെയ്ത പോലെ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു.